മനുഷ്യൻ്റെ കണ്ണ് ഹറാമിലേക്ക് പോകുന്നത് പതിവായാൽ പിന്നെ ഹൗളിൽ ഒളു എടുക്കാതിരിക്കൽ നല്ലതാണ്. കാരണം എല്ലാ ഷയാത്തീനും ഇന്ന നളറ സഹുമ മിൻ സിഹാമി ഇബ്ലീസ്, അവൻ ഉളൂയിൽ ഹൗളിൽ ഇങ്ങനെ പൊന്തിച്ചിട്ട് അതിലിട്ടതാണ്. അപ്പം ആ ഷയാത്തീൻ മുഴുവനും എവിടെ ഉണ്ടാവും? ഹൗളിലുണ്ടാവും. അപ്പം ഹൗൾ ഒഴിവാക്കുന്ന നല്ലതാണ്. തിരിഞ്ഞില്ല. ഹൗളിൽ ഒഴിവാക്കിയൊരു സുഖമാണ്, പക്ഷെ കാലം കഴിഞ്ഞു. ആ ശൈത്താനെയും കൂടി ഇങ്ങോട്ട് കയറ്റണ്ട. ഞാൻ ഹൗളിനെതിരെ കാസിം പറഞ്ഞു എന്ന് പറയരുത്. ഇതൊക്കെ അങ്ങനത്തെ ഒരു പറഞ്ഞതാണ്. ഹൗളിൽ ഒന്നു കൊടുക്കാത്ത ആരിഫ്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തേ? നായ പന്നി പോലത്തെ ജഡങ്ങൾ ഹൗദിൽ കണ്ടു. ഹൗദിന് ഒന്നു കൊടുക്കൂല ഒരു ആരിഫ്. അപ്പോൾ ആക്ഷേപിച്ചു. അപ്പോൾ ഒന്നും കൂടി കണ്ണു തുറന്ന് നോക്കി കളർന്നു. ഈ മഹാന്റെ സമ്മതപ്രകാരം ഹൗദിലേക്ക് ഹൗദിൽ ജഡം കിടക്കണം, ജഡങ്ങളെ കിടക്കണത്. ഏതാണ് ആ ജഡം? മുഹല്ലലായ നജസിന്റെ ജഡം കിടക്കുകയാണ് എവിടെ? ഹൗദിൽ. എന്തേ? ഇത് അവന്റെ മുമ്പ് ഒന്നു കൊടുത്ത അവരുടെ ബഖിയത്താണ്. അവരോ ഹറാമിൽ വ്യാപൃതമായ കണ്ണാണ്. മനസ്സിലായില്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തഖറബു സ്വലാത്ത, നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്. വഅൻതും സുകാറ, നിങ്ങൾ മത്ത് പിടിച്ചവരായ നിലയിൽ. അപ്പം മത്ത് പിടിക്കുക എന്നതുകൊണ്ട് ഉണ്ടാവുന്നത് എന്താ? മത്ത് എങ്ങനെ പിടിച്ചു എന്നുള്ളതല്ല. നിങ്ങൾ കള്ള് കുടിച്ചിട്ട് നിസ്കരിക്കാൻ പോകരുത്. നല്ല പ്രായത്തിലുള്ളത് മത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കാൻ പോകരുത്. ഈ നിസ്കാരം എന്നത് എന്താണ്? എന്താ നിസ്കാരം? നിസ്കാരം എന്നാൽ അത് മുനാജാത്തുൽ റബ്ബിഹി അൽ ഖിയാമു ബൈന റബ്ബിഹി, റബ്ബിൻ്റെ മുന്നിൽ നിൽക്കലാണ് സത്യത്തിൽ നിസ്കാരം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ 3 കാര്യം വിശദീകരിച്ചിരുന്നു. അതിൽ 2, 3, 1 അത്യാവശ്യം വിശദീകരിച്ചു. ഇനി വേണമെങ്കിൽ പിന്നീട് പറയാം. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് 1ാമത്തെ വിശദീകരിച്ച്. 2നും 3നും വേണ്ടത്ര നേരം കിട്ടിയില്ല. അപ്പോൾ 2, 3 ഇനി 2 ക്ലാസ്സുകളിൽ വിശദീകരിക്കും. ചിലപ്പോൾ ഇത് കൂടുകയും ചെയ്യും. 2ാമത്തെ കണ്ടന്റ് പറഞ്ഞത് വലിമൻ ഖാഫ മഖാമ റബ്ബി ജന്നത്താൻ, റബ്ബിൻ്റെ മഖാമിനെ പേടിച്ചാൽ. അതിന് സാധാരണ പറഞ്ഞ അർത്ഥമല്ല അന്ന് ഞാൻ പറഞ്ഞത്. സാധാരണ അർത്ഥം പറയാറുള്ളത് അല്ലാഹുവിൻ്റെ കോടതിയിൽ പോയി നിൽക്കുന്ന കാര്യം അവിടെ പേടിച്ചാൽ, അവന് പേടിച്ച് ജീവിച്ചാൽ 2 സ്വർഗ്ഗം ഉണ്ടാവുന്നു. പക്ഷെ അതിന് ഞാൻ വേറൊരർത്ഥം, മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞ വേറൊരർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്ത്? ഏതൊരു സന്ദർഭത്തിലും റബ്ബ് എൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്ന ഭയം, എങ്കിൽ അവന് 2 സ്വർഗ്ഗം ഉണ്ടാവും. എന്തിലും. ഞാൻ അതിലേക്ക് ഉപോത്ബലകമായി പറയുന്ന ഒരു ആയത്താണ് ഇപ്പോൾ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ മുഅ്മിനൂകളെ, ലാ തഖറബു സ്വലാത്ത, നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്. വഅൻതും സുകാറ, നിങ്ങൾ മത്ത് പിടിച്ചവരായ നിലയിൽ. മദ്യപിക്കാന്നോ അല്ലാന്നോ ഒന്നുമല്ല പറഞ്ഞത്. സത്യത്തിൽ മദ്യപിച്ചവരായ നിലയിൽ എന്നാണ് പറയുമ്പോൾ ഒന്നും കൂടെ നമുക്കൊരു കാര്യം തെളിയനോ. പക്ഷേ ഇവിടെ മദ്യപിച്ചവരായ നിലയിൽ എന്നല്ല പറയുന്നത്. മത്ത് പിടിച്ചവരായ നിലയിൽ നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് എന്ന്. ഈ മത്ത് പിടിക്കൽ പല നിലക്കും വരും. കള്ളുടിച്ചാൽ മത്തുടിക്കും, അതൊരു മത്തുടിക്കലാണ്. പിന്നെയും മത്ത് പിടിക്കലിനൊരവസ്ഥ ഞാൻ പറയാം. എന്താ മത്ത് പിടിച്ചാൽ ഉണ്ടാവുക? എന്താണ് ഈ മത്ത് പിടിച്ചാൽ ഉണ്ടാകുക? സക്രാന്, ഇസ്കാറ്. മത്ത് പിടിച്ചാൽ ഉണ്ടാവുക എന്തെന്നാൽ അശ്രദ്ധ എന്ന് പറയണ്ട. ഏതൊരു കാര്യത്തിലാണോ താൻ ഏർപ്പെട്ടത് അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതിൻ്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചുമുള്ള അശ്രദ്ധ. വേറെ പലതിലും ഒരു ശ്രദ്ധ ഉണ്ടാവും, വേറെ പലതിലും ശ്രദ്ധ ഉണ്ടാവും. എന്നാൽ യഥാർത്ഥം കണ്ടെത്താൻ അവന് കഴിയില്ല. അപ്പുമാഷ വീട് എവിടെയെന്ന് ചോദിച്ചു ഒരു വണ്ടിക്കാർ വന്നിട്ട് രാത്രി റോട്ടുമ്മക്കൂടെ നടക്കണ ഒരാളോട്. അതിൽ വലുതാണ്. അപ്പോൾ അപ്പുമാഷ വീട് എവിടെയെന്ന് ചോദിച്ചു വണ്ടിക്കാർ. ഒരു വണ്ടി നിർത്തി, റോട്ടുമ്മൽ ആരെയും കാണാനില്ല, പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ റോട്ടുമ്മ നടക്കണം. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, ഇതൊരു ഫലിതാണ്, അപ്പുമാഷ വീട് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആ നടക്കുന്ന ആൾ പറഞ്ഞു, അപ്പുമാഷ് ഞാൻ തന്നെയാണ്.
വീട് എവിടെയെന്ന് ഇപ്പം ഞാനും തിരയിൽ തുടങ്ങിയിട്ട് കുറേ നേരമായി. അതായത് മനസ്സിലായില്ല, മനസ്സിലായോ? അപ്പം മാഷ് രാത്രി ആയാൽ കുറച്ച് കള്ള് കുടിക്കും. അപ്പം കള്ള് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ആക്കണം. അന്ന് മൂപ്പർക്ക് ആളെ കിട്ടിയില്ല. അപ്പോൾ മൂപ്പർ പറഞ്ഞ മറുപടിയാണ് ഇതിന് ഇവിടെ മനസ്സിലാക്കണം. അപ്പം മാഷ് ഞാൻ തന്നെയാണ്, പക്ഷെ വീട് എവിടെയാണെന്ന് ഞാൻ നോക്കൽ തുടങ്ങിയിട്ട് കുറേ നേരമായി എന്ന് പറഞ്ഞു. ഈ അവസ്ഥ ഇതിനാണ് വഅൻതും സുകാറാ എന്ന് പറഞ്ഞത്. അതിന് കള്ളുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താൻ ഏർപ്പെട്ടിരിക്കുന്നത് റബ്ബിൻ്റെ മുന്നിലാണ് എന്ന ബോധമില്ലാതാവുക. നിസ്കാരമൊക്കെ ക്ലിയർ ആയിരിക്കും. നടക്കാനും ഇരിക്കാനും ഒക്കെ അപ്പമാശി കഴിയുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, വീടിൻ്റെ ഗേറ്റ് പോയി തപ്പിയൊക്കെ ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ മൂപ്പരെ വീട്ടിലേക്കാണ് പോകേണ്ട, ആ വീട് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് എന്തിനാണ്? അള്ളാഹുവിൻ്റെ മുനാജാത്തിനാണ്. അതിന് നമുക്ക് കഴിയാതിരിക്കുക. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് 99% ആളുകളും ഈ അർത്ഥത്തിൽ നിസ്കരിക്കാത്തവരാ. നിങ്ങൾക്ക് എന്താ ഹത്താ തഅലമു മാ തഖൂലൂന, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ മത്ത് പിടിച്ചാൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയൂല. നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും ഓത്തുകളും അർത്ഥം അറിയൽ നിർബന്ധമുണ്ടോ? ഇല്ല. മനസ്സിലായില്ല. നിസ്കാരത്തിൽ നമ്മൾ ഓടുന്ന സൂറത്തുകളുടെ അർത്ഥം, അല്ലെങ്കിൽ ഇമാമ് ഓടുന്ന സൂറത്തുകളുടെ അർത്ഥം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഓടുന്ന സൂറത്തുകളുടെ അർത്ഥം നമുക്കറിയുന്നത് നല്ലതാണ്. പക്ഷേ അങ്ങനെ അറിയൽ നിസ്കാരം സഹീഹാവാൻ നിർബന്ധമാണോ? അല്ല. ദിക്റുകളുടെ അർത്ഥം നമുക്കറിയൽ നിർബന്ധമാണോ? അതുമല്ല. പിന്നെന്താ ഈ പറഞ്ഞ് ഹത്താ തഅലമു മാ തഖൂലൂന, അപ്പോഴേ മത്ത് പിടിച്ചാൽ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവൂല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവമായ അർത്ഥം, ഇപ്പോൾ സ്പെയിനിലെ രാജാവിൻ്റെ മുന്നിൽ നിങ്ങളെ കൊണ്ടുപോയി നിർത്തി ദർബാറിൽ. സ്പെയിനിലെ രാജാവിന് അല്ലെങ്കിൽ പോർച്ചുഗലിലെ രാജാവിൻ്റെ മുന്നിൽ നിങ്ങളെ കൊണ്ടുപോയി നിർത്തി, അല്ലെങ്കിൽ ജർമ്മൻ പ്രധാനമന്ത്രിയുടെ മുന്നിൽ നിങ്ങളെ കൊണ്ടുപോയി നിർത്തി. അയാൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയൂല, പക്ഷെ നിങ്ങൾക്കൊന്നറിയും. എന്ത്? ഞാൻ ഈ രാജ്യം ഭരിക്കുന്ന പരമാധികാരിയായ രാജാവിൻ്റെ മുന്നിലാണ് എന്ന് നിങ്ങൾക്കറിയും. അയാൾ പറയുക സ്പാനിഷ് ഭാഷയിലാണ്. ജപ്പാൻ പ്രധാനമന്ത്രിയുടെയോ അല്ലെങ്കിൽ രാജാവിൻ്റെയോ മുന്നിൽ കൊണ്ടുപോയി നിങ്ങളെ നിർത്തിയാൽ അയാൾ സംസാരിക്കുക ജാപ്പനീസിലാണ്. നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? നിങ്ങളുടെ ഹറക്കാത്ത് സെക്കനാത്തുകളൊക്കെ വളരെ കൃത്യമായിരിക്കും. നിങ്ങൾ ആ ഹലറത്തിൻ്റെ ആയിബത്ത് വിട്ട് കളിക്കൂല, നിങ്ങൾ കാലൊന്നും ഇളക്കൂല, നിങ്ങൾ അവിടെയും ചൊറിയും മാന്തൂല. ചൊറിയാൻ നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ ചൊറിയൂല. പുറത്ത് ചൊറിയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ജപ്പാനിലെ രാജാവിൻ്റെ ദർബാറിൽ മുന്നിൽ പിടികൂടി നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുക. അല്ലെങ്കിൽ ഒരു ശിക്കായത്ത് പറയാൻ വേണ്ടി രാജാവിൻ്റെ ദർബാറിൽ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ജർമ്മൻ പ്രധാനമന്ത്രിയുടെ മുന്നിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിലാണ്, നിങ്ങൾ അമേരിക്കൻ കോൺഗ്രസിൽ അമേരിക്കൻ സെനറ്റിലെ ഇരിക്കുന്ന വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന രാജാവിൻ്റെ ചക്രവർത്തിയുടെ പ്രധാനമന്ത്രിയുടെ മുന്നിലാണ്. ചൈനീസ് ഭാഷ ഈ ലോകത്ത് ആർക്ക് എന്ത് പഠിച്ചാലും പഠിക്കാൻ കഴിയാത്തൊരു ഭാഷയാണ് ചൈനീസ്. ചെറിയ ടഫാണത്. മനസ്സിലാവേണ്ട പറഞ്ഞ അവരെ എഴുത്തന്നെ വലിയ ബേജാറുള്ള എഴുത്താണ് ചൈനീസ് എഴുത്ത്. ആ പ്രധാനമന്ത്രിയുടെ മുന്നിലാണ് നിങ്ങളെ കൊണ്ടുപോയി നിർത്തിയത്. അയാൾ പറയുന്നത് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പറഞ്ഞാൽ അയാൾക്കറിയില്ല.
ഇവിടെ നിങ്ങൾ പറയുന്ന അയാൾക്കറിയും. പക്ഷേ മനസ്സിലാവുണ്ട് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അറിയാന്നുള്ളതല്ല അവിടെ വിഷയം. പകരം എന്താണ്, നിങ്ങൾക്കൊരു ബോധം ഉണ്ടാവുക, ഞാൻ ആരുടെ മുന്നിലാണ്, ഞാൻ ചൈനീസ് പ്രധാനമന്ത്രിയുടെ മുന്നിലാണ്. പിന്നെ അവിടെ ഭാഷ നിങ്ങൾക്ക് വിഷയം തന്നെയല്ല. നിങ്ങൾ ചൊറിയൂല, മാന്തൂല, കാലിളക്കൂല. നിങ്ങൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളെ മകനെയും നിങ്ങളെയും കൂടി കൊണ്ടുപോയി ഹാജരാക്കി മകന്റെ ഭാഗത്തേക്ക് ഒളിക്കണ്ണിട്ട് നോക്കൂല. എന്തുകൊണ്ട്? ആ സന്നിധിയെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായ ബോധമുണ്ട്. ന്യായത്തിലേക്ക് വരി. രാജാതിരാജന്റെ മുന്നിൽ നിൽക്കുക, അവൻ നമ്മുടെ തൊട്ട് മുന്നിലാണ്. മനസ്സിലായോ പറഞ്ഞത്? അവൻ നമ്മുടെ വളരെ മുന്നിലാണ്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ടനാടിയേക്കാൾ അടുത്ത. എന്താണ് മനസ്സ് മന്ത്രിക്കുന്നത് എന്നത് അവനറിയും. നിങ്ങൾ നാവ് മന്ത്രിക്കുക മാത്രമല്ല അറിയാം, അവൻ എന്തറിയും? നിങ്ങളെ മനസ്സ് മന്ത്രിക്കുന്നത് അറിയും. അങ്ങനത്തെ രാജാതിരാജന്റെ മുന്നിലാണ്. ആ സമയത്താണ് നമ്മൾ അവിടെ ഒഫലത്തിൽ നിൽക്കുന്നതെങ്കിൽ ഈ നൃത്തം എന്ത് നൃത്താണ്? ഇവിടെ ജന്നത്താണി പോയിട്ട് ജന്നത്ത് കിട്ടൂല. ഇവിടെ പ്രശ്നം എന്താ? പ്രശ്നം ഓഫലത്താണ്. ഇവിടെ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു അത്വാഇല്ലാ തന്റെ ഹിക്കമിൽ പറയുന്ന ഹെഡിങ്, കൈഫ യത്മഉ അൻ യദ്ഖുല ഹളറത്തല്ലാഹി, ഒരാൾ അല്ലാഹുവിന്റെ ഹളറത്തിൽ എത്തുമെന്ന് എങ്ങനെയാണ് കൊതിക്കുക? വഹുവ ലം യതതഹർ മിൻ ജനാബത്തി ഗഫലാത്തിഹി, അശ്രദ്ധയുടെ ജനാബത്തിൽ നിന്ന് ഇപ്പോഴും ശുദ്ധിയായിട്ടില്ല. അവൻ ഇപ്പോൾ എന്തിനാണുള്ളത്? എനിക്ക് റബ്ബിന്റെ ഹളറത്തിൽ എത്തണം. റബ്ബിന്റെ ഹളറത്തിൽ അവിടെ ഒന്നുമല്ല. ആരിഫ് ഇവിടുന്ന് തന്നെ എത്തും, മുഅ്മിൻ ഇവിടുന്ന് തന്നെ എത്തും. മുഅ്മിൻ ഇവിടുന്ന് തന്നെ റബ്ബിന്റെ ഹളറത്തിലായിരിക്കും. അവൻ അവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലാണ്ടോ നിങ്ങൾക്ക് പറഞ്ഞത്? അവൻ ഇവിടെ തന്നെ റബ്ബിന്റെ ഹളറത്തിലായിരിക്കും. ഇതൊന്ന് പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. കോടി ആളുകൾ നിസ്കരിച്ചിട്ട് 10 ആൾ നിസ്കരിക്കാത്ത അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അങ്ങനത്തെ ഒരു ജനതയിൽ ഫലസ്തീനെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത റബ്ബിന് എന്താണ്? ഓഫലത്തിന്റെ ജനാബത്ത്, ഓഫലത്തൊരു ജനാബത്താണ്. വലം യതതഹർ മിൻ ജനാബത്തി ഓഫലാത്തിഹി. ഇവിടെ ജനാബത്ത് എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ജനാബത്ത് ഒരു സുഖാണ്, ഓഫലത്തും ഒരു സുഖാണ്. ഓഫലത്ത് എന്നാൽ അശ്രദ്ധ. അവന്റെ കച്ചവടവും കാര്യം ഇങ്ങനെ നടക്കുക, അത് ഒരു സുഖാണ്. അവൻ അവന്റെ ഭാര്യയോട് കൂടെ ബീച്ചിൽ ഇരിക്കുക, അതൊരു സുഖാണ്. അവളുടെ അവയവങ്ങളിൽ അവൻ കൈവെക്കുക, അതൊരു സുഖാണ്. അല്ലെങ്കിൽ ഒരുത്തന് അവൻ ഫോൺ ചെയ്യുക, അവൻ അർഹതപ്പെട്ടവരാണെങ്കിലും അർഹതപ്പെടാത്തവരാണ്, ഫോൺ ചെയ്യുക, അതൊരു സുഖാണ്. ആ സുഖത്തിൽ രമിക്കുകയാണ്, ജിമായി ചെയ്യാണ് ആര്? അവന്റെ കൽബ്. അപ്പോൾ ഓരോ സെക്കൻഡും കൽബിന് രസിച്ച് അങ്ങനെ ജനാബത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ജനാബത്തിന്റെ ഓഫലാത്തിലാണ് ഈ മുസല്ലി നിസ്കരിക്കണവൻ. അവൻ ആരുടെ മുന്നിലാണ്? റബ്ബിന്റെ മുന്നിലാണെന്ന ബോധം അവനില്ല. നാട്ടുകാർക്കുണ്ട് ഒന്ന് നിസ്കരിക്കാണ്, അവനിൽ നിസ്കരിക്കാനുള്ള ബോധമില്ല. ഇവിടെയാ പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. 313 കഴിഞ്ഞു, ഇത് 314. അപ്പം നമ്മൾ 1-ാം ക്ലാസ് കഴിഞ്ഞ് 2-ാം ക്ലാസ്സിലേക്ക് കയറണം, കുറച്ചൊന്ന് കയറണം. മനസ്സിലാവണല്ലോ പറഞ്ഞത്? ചിന്തിക്ക്, നീട്ടണ്ട. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളിൽപ്പെട്ട ഒരാൾ ഈ കഴിഞ്ഞ വർഷം സംസാരമധ്യേ എന്നോട് പറഞ്ഞു, കുട്ടിയെ നിസ്കാരം നീട്ടണ്ട, ചുരുക്കി നിസ്കരിച്ചാൽ. അതായത് ഒറ്റ ശ്വാസം കൊണ്ട് ഫാത്തിഹ തീർത്തിട്ട്, ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ ശ്വാസം കൊണ്ട് ഫാത്തിഹ തീർത്ത് റുക്കോയിലേക്ക് പോകുക. പക്ഷെ ആ ഫാത്തിഹയിൽ എന്തോർക്കുക? ഈ ഫാത്തിഹയിൽ നിന്റെ കൽബിൽ ആരേ ഉള്ളൂ? റബ്ബേ ഉള്ളൂ.
ഈ ഫാത്തിഹയിൽ നിന്റെ കൽബിൽ റബ്ബേ ഉള്ളൂ. ഇമാമ് നീട്ടി ഓടും, സങ്കല്പിക്ക്. അതിൽ മുഴുവനും നിനക്ക് ഈ ജനാബത്തുൽ ഗഫലാത്ത് ആണുണ്ടതെങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുക്കണ്ട. വേറെ ജമാഅത്ത് നടത്തിക്കോ. ഞാൻ ജമാഅത്ത് ഒഴിവാക്കാൻ വേണ്ടി പറയല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി, വളരെ ചിന്തിക്കണം. മനുഷ്യന്റെ കണ്ണ് ഹറാമിലേക്ക് പോകുന്നത് പതിവായാൽ പിന്നെ ഹൗലൊന്നും ഒന്നും എടുക്കാതിരിക്കൽ നല്ലതാണ്. കാരണം എല്ലാ ഷയാത്തീനും ഇന്നന്നള സഹുമ മിൻ സിഹാമി ഇബ്ലീസ്, അവൻ ഉളൂയിൽ ഹൗലൊന്നും ഇങ്ങനെ പൊന്തിച്ചിട്ട് അതിലിട്ടതാണ്. അപ്പൊ ആ ഷയാത്തീൻ മുഴുവനും എവിടെ ഉണ്ടാവും? ഹൗലിലുണ്ടാവും. അപ്പൊ ഹൗല് ഒഴിവാക്കുന്ന നല്ലതാണ്. തിരിഞ്ഞില്ല. ഹൗലൊന്നും ഒഴിവാക്കൽ സുഖാണ്, പക്ഷെ കാലം കഴിഞ്ഞു. ആ ശൈത്താനി കൂടി ഇങ്ങോട്ട് കയറ്റണ്ട. ഇനി ഹൗലിനെതിരെ കാസിമി പറഞ്ഞു എന്ന് പറയരുത്. ഇതൊക്കെ അങ്ങനത്തെ ഒരു പറഞ്ഞതാണ്. ഹൗലൊന്നും ഒന്നു കൊടുക്കാത്ത ആരിഫീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തേ? നായ പന്നി പോലത്തെ ജഡങ്ങൾ ഹൗലിൽ കണ്ടു. ഹൗലിന് ഒന്നു കൊടുക്കൂല ഒരു ആരിഫ്. അപ്പോൾ ആക്ഷേപിച്ചു. അപ്പോൾ ഒന്നും കൂടി കണ്ണു തുറന്ന് നോക്കി കളർന്നു. ഈ മഹാന്റെ സമ്മതപ്രകാരം ഹൗലിലേക്ക് നോക്കുക. ഹൗലിൽ ജഡം കിടക്കാണ്, ജഡങ്ങളെ കിടക്കണത്. ഏതാണ് ആ ജഡം? മുഹല്ലലായ നജസിന്റെ ജഡം കിടക്കുകയാണ്. എവിടെ? ഹൗലില്. എന്തേ? ഇത് അവന്റെ മുമ്പ് ഒന്നു കൊടുത്ത അവരുടെ ബഖിയത്താണ്. അവരോ ഹറാമിൽ വ്യാപൃതമായ കണ്ണാണ്. മനസ്സിലായില്ലേ? പൈപ്പ് ഒരു പുതിയ രീതിയാണ്, പഴയ രീതി ഹൗലാണ്. ഇന്ന് പൈപ്പ് അധികരിച്ചോ നന്നായി. കാരണം എന്തുകൊണ്ട്? ഈ ജാതി മറ്റോന്റെ ശൈത്താനെ നമ്മളോട് കയറ്റണ്ട. ഹൗല് തെറ്റാന്നല്ല ഈ പറഞ്ഞ മയന. പക്ഷെ സൂക്ഷ്മശാലികളെ സംബന്ധിച്ചിടത്തോളം ഇന്നും മനുഷ്യന് പഴയ കാലത്ത് ഒരു പെണ്ണിനെ നോക്കണമെങ്കിൽ ആ പെണ്ണിനെ കിട്ടണം. ഇപ്പൊ പെണ്ണിനെ കിട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പെണ്ണിനെ കിട്ടാത്ത ഒരു സെക്കൻഡ് ഇല്ല. പെണ്ണിനെ നോക്കി 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 ഡാൻസും പാട്ടും നോക്കിങ്ങോണ്ട് എന്നെ പള്ളിന്റെ മുറ്റത്തണ്ട് ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് കയറിയതാണ്. അത് വേറെ പണി എന്തായിരുന്നു? ഈ തോന്നിയ പെണ്ണിനെ നോക്കുക. അവനാണ് അവിടെ എന്ത് ചെയ്തത്? അവന്റെ സെഹ്മറ ഒരു സെഹ്മെന്നല്ല, അസുഹമാണ്, സിഹാമാണ്. അമ്പുകൾ 1, 2, 10, 100 അല്ല ആ അമ്പിന്റെ ബഖിയത്തിൽ കിടക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഞാൻ കൂട്ടത്തിൽ കൊണ്ടുവന്നൊരു വിഷയമാണത്. ഇവിടെ ഗഫലത്തിന്റെ ജനാബത്ത് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവുക. യഥാർത്ഥ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാക്കുക. യഥാർത്ഥ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാക്കുക. കല്യാണം കഴിച്ചു, മുമ്പല്ല കച്ചവടക്കാരനാണ്. ഭാര്യയുടെ കൂടെ ഇരിക്കുമ്പോഴും ഓരോ മിനിറ്റിലോ അയാൾക്ക് ഫോൺ ചെയ്യും, ഫോണ് വരും. അപ്പോൾ ഫോണിന് എങ്ങനെ മൂപ്പര് അറ്റൻഡ് ചെയ്യും? ആ പെണ്ണ് പിന്നെ സൽക്കാരത്തിന് പോയാൽ വരൂല, അത് നമുക്ക് നടക്കൂല. തിരിഞ്ഞിട്ടില്ല. മനസ്സിലായോ? പറഞ്ഞ തന്നെ ആ പുതുമണവാട്ടിക്ക് അത് ഇഷ്ടപ്പെട്ട. എന്തുകൊണ്ട്? അവളെ കൂടെ ഇരിക്കുമ്പോ അവളെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു വട്ടം പറഞ്ഞു, എന്ത് നിങ്ങളാ മൊബൈൽ മാറ്റിയേക്ക്. അപ്പോ പറഞ്ഞു നമ്മളെ ജീവിതമാണ്. അപ്പൊ ഓളെന്ത് പറഞ്ഞു? നമ്മളെ ജീവിതം അയക്കില്ല, നമ്മളെ ജീവിതം അങ്ങനെ ആയിക്കോളി, നമ്മൾ പോവുകയാണ്, ഇത് നടക്കൂല നമുക്ക്. എന്റെ അടുത്തിരിക്കുമ്പോൾ, എന്റെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നോട് വർത്തമാനം പറയുമ്പോൾ മൊബൈൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ വലിയ കച്ചവടക്കാരനാണ്, നിങ്ങൾ രാവിലെ കാനഡ, വൈകുന്നേരം ലണ്ടൻ, സ്വിറ്റ്സർലാൻഡ് ഒക്കെ ഉള്ള ആൾ തന്നെയാണ്, നിങ്ങൾ ഒക്കെ അംഗീകരിച്ചു. പക്ഷേ എൻ്റെ ഒപ്പം പറ്റൂല. ആ മൊബൈൽ ഒഴിവാക്കിയിട്ട് എൻ്റെ ഒപ്പം വരാൻ പാടുള്ളൂ. എൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങളെ ശ്രദ്ധാപാത്രം ആരാകണം? ഞാൻ ആവണം എന്നല്ല, ഞാൻ മാത്രമാകണം. മറ്റടക്കൂല, അത് നടക്കൂല. മനസ്സിലായോ പറഞ്ഞത്? പെണ്ണുങ്ങൾ തെറ്റൂലേ? പറയും, ഉറപ്പേ തെറ്റൂലേ? ഇപ്പൊ രാജാതിരാജനോ ولمن خاف مقام ربه جنتان
ഇതാണ് മഖാം റബ്ബി. അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നടക്കും നടക്കും നടക്കും. ഞങ്ങളോട് പറഞ്ഞില്ലേ, എന്നോടൊരു ആരിഫായ മനുഷ്യൻ കഴിഞ്ഞ വർഷം പറഞ്ഞ് ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം ചുരുക്കിക്കളയും കുട്ടി, നീട്ടണ്ട. നീട്ടുന്ന നിസ്കാരത്തിൻ്റെ കാലം കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് കൽബിൽ തന്നെ അശ്രദ്ധ വരും. മൗമൂമിന് ഏതായാലും അശ്രദ്ധയിലായിരിക്കും. കാരണം എന്താ, നമ്മളെ മനസ്സ് അങ്ങനെയാണ്. നമ്മൾ കഴിക്കുന്നത് അങ്ങനെയാണ്, കുടിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഒറിജിനലല്ല, കാലം കഴിഞ്ഞു. മനസ്സിലായില്ലേ? ചിന്തകളും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? വളരെ ചുരുക്കന്നെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലദ്ദാലീൻ അടി ഒറ്റ ശ്വാസം ഒന്ന് പരിശോധിച്ച് നോക്കി. നടക്കും. സുന്നത്തല്ലേ സൂറത്ത്? അതെ. പക്ഷെ സൂറത്തിൽ പ്രവേശിക്കുമ്പോഴത്തിന് അള്ളാഹ് കൽബിന് പോകുമെങ്കിൽ റുക്കൂ പോയി കാണാം. സൂറത്തോ? നീ സൂറത്ത് സുന്നത്തിലാണ്, വലിയതോടണ്ട, ചെറുതോരികളാം. പക്ഷെ ഇവിടുന്ന് പോകരുത്. എവിടുന്ന്? റബ്ബിന്ന് പോകരുത്. പണിയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്കത്ത് പണിയാണ്. അത് പണിയാണ്. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു മഹാൻ എനിക്ക് ഫാത്തിഹയിൽ ഇജാസത്ത് തന്നു. ഒരു മഹാൻ കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്താ ഫാത്തിഹ? സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ 99 ഫാത്തിഹ. പക്ഷെ ഫാത്തിഹൻ്റെ അപ്പുറത്തേക്ക് മനസ്സ് പോകരുത്. ഈ ഫാത്തിഹ 99 വട്ടം ഓതാൻ 26 മിനിറ്റ് മതി. സാധാരണഗതിയിൽ കഴിയില്ല. 26 മിനിറ്റോട് 99 ഫാത്തിഹ കഴിയും. സുബഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഫാത്തിഹ ഓതണം 99 ഫാത്തിഹ. 26 മിനിറ്റ് ഏറെ വന്നാൽ 26 മിനിറ്റോട് 99 ഫാത്തിഹ കഴിയും. ഒരു ശ്വാസം. മനസ്സിലായില്ലേ? ചിന്തിക്കുക. പക്ഷേ ഷർത്തുണ്ട്. എന്ത്? അള്ളാഹും റസൂലും അല്ലാത്ത ഒരു ചിന്ത അതിനിടയിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ നീ വെറുതെ വർത്താനം പറയാണ്. ഇത് അള്ളാഹുവിലെത്തൂല. ഒരു ധാരണ പറഞ്ഞ് അതിന് പണിയാണത്. അവിടേക്ക് എത്തണമെങ്കിൽ പണിയാണ്. അപ്പം നീ ഒരു കുറച്ച് നേരെങ്കിലും അള്ളാഹിന് മുന്നിലാകുക. രണ്ട് സ്വർഗം ഉണ്ടാവും. എന്താണ് രണ്ട് സ്വർഗം? കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചില്ല, നേരണ്ടായില്ല. ഒന്ന് ജന്നത്ത് ഷുഹൂദ്, രണ്ട് ജന്നത്ത് റുഅ്യ. എന്താ ജന്നത്ത് ഷുഹൂദ്? ജന്നത്ത് ഷുഹൂദ് എന്നാൽ അനുഭവത്തിൻ്റെ സ്വർഗം. സാധാരണ സ്വർഗത്തിൽ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫിഹാ എന്ന് പറയും. എവിടെയും ഇവിടെ അതില്ല. ഇവിടെ പിന്നെ ഫബിയയ്യാലായിക്ക് പോയി. വലിമൻ ഖാഫ് ഓരോ ആയത്തിനും അവിടെ ഫബിയയ്യാലായി ഉണ്ട്. അല്ലേ മോനെ? എടുക്ക് മുസാഫ് എടുക്ക്, വേഗം എടുക്ക്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ ഫബിയയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. പിന്നെ അഫ്നാൻ فبأي آلاء ربكما تكذبان فيهما عينان تجريان. അവിടെ ഓരോ ആയത്തിനും ഫബിയയ്യാണ്. തുടക്കത്തിൽ 4, 5, 6 ആയത്ത് കഴിഞ്ഞിട്ടാണ് ഫബിയയ്യി. ഇവിടെ അങ്ങനെയല്ല, ഒരു ആയത്തിന് ഫബിയയ്യ. വലിമൻ ഏതൊരാൾക്കുമുണ്ട്. മൂല്യരായിക്കൊള്ളുന്നില്ല. മൂല്യരായതുകൊണ്ട് ഇതുണ്ടായിക്കൊള്ളുന്നില്ല, തങ്ങളായിക്കൊള്ളുന്നില്ല. ഇവിടെ തങ്ങൾ മൂല്യരൊന്നും ഇവിടെ ഷർത്തല്ല. വലിമൻ ഏതൊരാൾക്കുമുണ്ട്. ഖാഫ അവൻ ഭയപ്പെട്ട് ജീവിക്കാണ്. മഖാമ റബ്ബിഹി ഞാൻ സദാസമയത്തും റബ്ബിൻ്റെ മുന്നിലാണ്. അല്ലാതെ റബ്ബിൻ്റെ മുന്നിൽ കോടതിയിൽ പോയി നിൽക്കണ ദിവസമല്ല. അന്ന് ഗഫൂർ റഹീമ റബ്ബിന് പൂർത്തിയരാ. ഇവിടെ അതുണ്ടാവില്ല, അത് അവിടെയാണ്. ഇവിടെയോ? ഇവിടെ നീ റബ്ബ് പിണങ്ങും.
എന്തുകൊണ്ട്? റബ്ബിൻ്റെ മുന്നിൽ ഏർപ്പെട്ടിട്ട് വേറൊരാളെ ശ്രദ്ധിക്കുക, അപ്പം റബ്ബ് പിണങ്ങും. കാരണം നിന്റെ ലക്ഷ്യം റബ്ബല്ല എന്ന് ബോധ്യപ്പെടാണ് അവിടെ. അവിടെ നിനക്ക് 2 സ്വർഗം കിട്ടും അതുണ്ടായാൽ. ഏതാണ് സ്വർഗം? ഒന്ന് ജന്നത്ത് ഷുഹൂദ്, അനുഭവിക്കുന്ന സ്വർഗം, റബ്ബിനെ അങ്ങോട്ട് അനുഭവിക്കുക. വിഷയത്തിലേക്ക് തിരിച്ചു വരി, ഇന്നെ തന്നെ നോക്ക്. ഇനി ഞാൻ പറയുന്നൊരു വ്യാഖ്യാനം കേട്ടോളൂ. ഈ കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ ഖുർആൻ്റെ അർത്ഥം അറിയുന്നവർ നമ്മുടെ നാട്ടിൽ കൂടി. എന്നാൽ ഒരു കാലത്ത് സാധാരണ മൊല്ലന്മാരാണ് ഒരു നാട്ടിലെ ഇമാമും ഒക്കെ ആവുക, പാങ്കുടുക്കലും പള്ളിയിൽ ഖുത്ബോദലും വരെ സാധാരണ മൊല്ലന്മാരാണ്. അവർക്ക് പോലും എന്തിൻ്റെ അർത്ഥം അറിയില്ല, ഖുർആൻ്റെ അർത്ഥം. പറയാ കുട്ടിയെ, ഇന്നത്തെ പോലെയുള്ള ഒരു പരക്ക വിജ്ഞാനം ഒരു 50 കൊല്ലം മുമ്പ് നമ്മളെ നാട്ടിൽ ഇല്ല. ഞാൻ ഇപ്പോൾ 2 ജീവിച്ച ആളാണ്, ഞാനിത് 2 ജീവിച്ച ആളല്ലേ, എനിക്കറിയാലോ. അറിവില്ല, മൂല്യർക്ക് പോലും അറിവില്ല, ബോധമുണ്ട്. പെരുന്നാൾ കഴിഞ്ഞിട്ട് ചോറ് തിന്നാൻ വേണ്ടി മൂല്യരെ മുതലാളിൻ്റെ പെരിയെ കൊണ്ടുവന്നു. അപ്പം മുതലാളി പോത്തിനെ അറുത്തിട്ടുണ്ട്, ഉദ്ഹിയ്യത്ത്. അപ്പം മൂല്യര് ദേഷ്യപ്പെട്ടു. എന്ത് പറഞ്ഞു? ബക്രത്ത് എന്നല്ലേ പറഞ്ഞത്, എന്തിനെ പോത്തയിൽ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം മുതലാളിയും കുടുങ്ങി. എന്തുകൊണ്ട്? ഞാൻ ഇപ്പോൾ വളർത്തിണ്ടാക്കിയ പോത്തും കുട്ടിനെ അറുത്തപ്പോൾ അതോട്ട് ഉദ്ഹിയ്യത്തും ആയില്ലല്ലോ എന്ന് ബേജാറായി. ആര്? മുതലാളി. എൻ്റെ ചെവി ഞാൻ കേട്ട സംഭവം അത്. ആ സദസ്സിൽ ഞാനുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അയൽ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയതാണ്. മൂല്യരെയും വിളിച്ചുകൊണ്ടുവന്നു. മൂല്യർ ഇതിനെ എതിർത്തു. എന്തുകൊണ്ട്? മൂല്യർക്ക് ആ വിവരേ ഉള്ളൂ. പക്ഷെ മന്ത്രിച്ചൂടാൻ വെള്ളം കൊടുത്താൽ ഏത് ജാതി രോഗമാണെങ്കിലും മൂല്യർ മന്ത്രിച്ചാൽ മാറും. എന്തുകൊണ്ട്? അറിവില്ല. എന്തുണ്ട്? ഷുഹൂദുണ്ട്, അനുഭവം ഉണ്ട്, റബ്ബിൻ്റെ മുന്നിലാണെന്ന ബോധ്യമുണ്ട്. അറിവിനെ കമ്മിയുള്ളൂ. ഇന്ന് എല്ലാവർക്കും അറിവുണ്ട്, ഷുഹൂദില്ല. ഇതൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഈ മൊല്ല മുന്നോട്ടിരിക്കണേ, കയറിയിരിക്കണം, ഒന്ന് ലേശം കയറിക്കളി. വളരെ ചിന്തിക്ക്. അപ്പം അന്ന് അറിവില്ല, പക്ഷേ റബ്ബിൻ്റെ അനുഭവം ഉണ്ട്. റബ്ബിനെ അനുഭവിക്കുകയാണ്, റബ്ബിനെ കാസറ്റ് കേൾക്കുകയല്ല. ഇതിപ്പോൾ വയറിൽ കേൾക്കണം റബ്ബിനെ പറ്റി, മറ്റേ റബ്ബിനെ അനുഭവിക്കുകയാണ്. ആരാ അനുഭവിക്കണത്? ഫാത്തിഹ സൂറത്ത് വരെ തജ്വീദ് അനുസരിച്ച് ഓതാൻ കഴിയാത്തവരും റബ്ബിനെ അനുഭവിക്കുക. ഉറക്കെ പറ, റബ്ബിനെ അനുഭവിക്കും. ഫാത്തിഹ സൂറത്ത് തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയാത്തവരും റബ്ബിനെ അനുഭവിക്കും. മനസ്സിലാവുണ്ട് പറഞ്ഞു, റബ്ബിനെ അനുഭവിക്കും. ഉമ്മിയായ എത്ര ഉമ്മിയായ ശൈഖന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര ഉമ്മിയായ ശൈഖന്മാർ. ഉമ്മി എന്ന് പറഞ്ഞാൽ ഒരു വിവരം ശൈഖിനില്ല, പക്ഷേ ഇഖ്ലാസ് ഉണ്ട്. ഇഖ്ലാസ് ഉണ്ടായപ്പോൾ റബ്ബ് ആ ശൈഖിലുണ്ട്. അറിവില്ല. അങ്ങനെ എത്രയോ ഉണ്ട് ചരിത്രത്തിൽ. അതൊക്കെ നിങ്ങൾ പറയാനോട് പറഞ്ഞാൽ ഒരു മാസം പറഞ്ഞാൽ തീരില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ഞാൻ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തിൽ, അതാണ് ഭയം. റബ്ബിന് എന്നോട് സന്തോഷിച്ച് നിൽക്കുക, ഇല്ലെങ്കിൽ റബ്ബ് പിണങ്ങും. അങ്ങനെ ആയാൽ അവന് 2 സ്വർഗം ഉണ്ടാവും. ഒന്നെന്താ സ്വർഗം? ജന്നത്ത് ഷുഹൂദ്. ഇത് നാടന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു കാലത്ത്, നാട്ടിലെ 100% നാടന്മാർക്കുണ്ട്. അവരുടെ മക്കൾ നിരീശ്വരവാദിയായില്ല. എന്തുകൊണ്ട്? അവർക്ക് ബാപ്പ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ അനുഭവിക്കുന്നത് ആരിൽ നിന്നാണ്? ബാപ്പാക്കോ വിസ്മയുടെ മേന അറിയില്ല, പക്ഷെ അനുഭവിക്കുകയാണ്. എൻ്റെ വല്ലിപ്പ ഉദാഹരണം, എൻ്റെ വല്ലിപ്പ സ്കൂള് വിട്ട് വന്ന് ഞാനും അമ്മാവൻ്റെ മകൻ ഇസ്മായിലും ജമാലുദ്ദീനും ഞങ്ങൾ 3 ആളും സ്കൂള് വിട്ട് വരുമ്പോൾ വല്യമ്മ പറഞ്ഞു, ഉപ്പാനെ പാമ്പ് കടിച്ചു. ഇപ്പം എന്തൊക്കെ മന്ത്രി ചൂരി വെള്ളം തെളിച്ചു. ഇപ്പം എവിടെ? ഇപ്പം പള്ളിയൊക്കെ പോയി.
എൻ്റെ കുട്ടികൾ ഏതായാലും ഒരു ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഒന്ന് തപ്പിക്കാളി, ആ പുല്ലാണിക്കാണ്ട് ആ ആലൻ്റെ തൊഴുത്തിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് തപ്പിക്കാളി. ഉപ്പാനെ കടിച്ച പാമ്പല്ലേ, അത് അവിടെ കടന്ന് ചാവും. അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. ഇതിൻ്റെ വല്യമ്മനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്. ഒരാൾക്കാര് വലിയതായാലും സ്വന്തം ഭർത്താവ് വലിയതായി തോന്നൂല. തോന്നണമെങ്കിൽ ഭർത്താവ് അതിന് മാത്രം വേണം. ഇതാരാ പറയണ്? വല്യമ്മ. ഒരായുസ് മുഴുവനും വല്യപ്പാൻ്റെ കൂടെ ജീവിച്ച വല്യമ്മ. വല്യപ്പാക്കും വല്യമ്മാക്കും ഫാത്തിഹ സൂറത്തിന്റെ ബിസ്മിന്റെ മയന അറിയില്ല. എൻ്റെ കുട്ടികൾ ചായ എന്തെങ്കിലും കുടിച്ചിട്ട് ഒന്നാണ് തപ്പിക്കാളി, ആ പുല്ലാണിക്കാട്ടിൽ അവിടെ എവിടെയെങ്കിലും പാന കടിച്ച പാമ്പല്ലേ, അത് ചത്തിട്ടുണ്ടാവും. ഞങ്ങൾ ചെറിയ ചായം കുടിച്ച് തപ്പിയപ്പോൾ പുല്ലാണിക്കാട് ചത്ത് കിടക്കുന്നുണ്ട് പാമ്പ്. അല്ലാഹുമ്മ ഷഹദ്, ഞാനത് കണ്ടതാണ്. എന്ത്? പാമ്പ് വല്യപ്പാനെ കടിച്ചാൽ വല്യപ്പാക്കൊന്നും പറ്റൂല. പറ്റാർക്ക? പാമ്പിന് പറ്റും. കാരണം വല്യപ്പാൻ്റെ ചോര പാമ്പിന് ഹറാമാണ്. അല്ലാഹുമ്മ ഷഹദ്, സത്യമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതിൽ ഈ പറഞ്ഞ സംഭവത്തിന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയുണ്ട്. പലരും ഉണ്ട്. ഒരു സാക്ഷി എൻ്റെ അമ്മാവൻ്റെ മകൻ ജമാലുദ്ദീൻ ജീവിച്ചിരിപ്പുണ്ട്. ഇസ്മായിൽ മരിച്ചു. ഞങ്ങൾ രണ്ടാളും ഒരു തെരഞ്ഞോര പുല്ലാണി കാട്ടി പാമ്പിനെ കിട്ടി. പാമ്പ് ചത്ത് കിടക്കുക, കുഴിച്ചിട്ടു. എന്തേ? ഈ വല്യപ്പാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ മയന അറിയില്ല. ഖുർആൻ ഓതി ഹാഫിളായി ഇങ്ങനെ ഓടും, യൗം പകലോടും. എന്തറിയില്ല? പറ, എന്തറിയില്ല? അർത്ഥറിയില്ല. പക്ഷേ നോണ ഒരാൾ വല്യപ്പാൻ്റെ മുന്നിൽ ഒന്നും അറിയില്ല, ഒരു വിവരം അറിയും. വിവരം അറിഞ്ഞ് വല്യപ്പാനോട് നോണ പറഞ്ഞ വിവരം അറിയും. അതെല്ലാവർക്കും അറിയാം. ഒരു കേസ് മദ്യം പറയാം, വല്യപ്പാനെ കൊണ്ടുപോവുക. എന്തുകൊണ്ട്? അഹമ്മൂട്ടിയാജിൻ്റെ മുന്നിൽ ഒരാൾ നോണ അറിയില്ല. ഞാൻ നോണ പറഞ്ഞാലോ, നോണ പറഞ്ഞാൽ ഓന് കുരുത്തകളുണ്ടാവും. അഹമ്മൂട്ടിയാജി അങ്ങനത്തെ മനുഷ്യനാണ്. ആ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് ഒരു കുട്ടി വലിയതായാൽ, ഒരു കുട്ടിനെ ഓത്ത് പഠിപ്പിക്കാനായാൽ വല്യപ്പാൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് അലിഫെയ്തിപ്പിക്കുക. അഹമ്മൂട്ടിയാജി പിന്നെ വലിഫെയ്തിച്ചാൽ അത് നാശാവൂല, ആ കുട്ടി നാശാവൂല. ഈ മനുഷ്യന് എന്തറിയില്ല? ഖുർആൻ പോയിട്ട് എന്തിൻ്റെ മയനെ അറിയില്ല മോനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിയില്ല. പക്ഷെ ഷുഹൂദ് ഉണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അതുണ്ട്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് ജീവിക്കുന്നത് എന്ന ബോധമുണ്ട്. ഒന്നും പറ്റൂല. അങ്ങനത്തെ ആളുകൾ എമ്പാടും വീടുകളിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ആ മക്കൾക്ക് അള്ളാഹുവിനെ അനുഭവിക്കാൻ കഴിയും. ആരിൽ നിന്ന്? ബാപ്പയെന്ന്, ഉമ്മയെന്ന്. ബാപ്പ, ഉമ്മ. ഒരു കുരുത്തക്കേട് എന്തെങ്കിലും ബാപ്പാൻ്റെ വല്യപ്പാൻ്റെ കയ്യിൽ നിന്ന് ഒരു ചീത്ത കേട്ടാൽ അങ്ങനെ ഉണ്ടല്ലോ ചില സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു പണി ഉണ്ടാവും ആൻസർ കഴിഞ്ഞാൽ വല്യപ്പാക്ക്. അപ്പോൾ നമ്മളതിന് കൂടി കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ വല്യപ്പ വിചാരിച്ച മാതിരിയാവില്ല. അപ്പോൾ വല്യപ്പ വയസ്സായ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലും വർത്താനം പറയും. അപ്പോൾ പള്ളിക്കൊക്കെ പോണതിൻ്റെ മുമ്പ് വല്യമ്മ തറിഞ്ഞിക്കണേ പറയും, പനെ കൊണ്ടൊന്ന് പൊരുത്തപ്പിടിച്ചളാം. ഉപ്പാൻ്റെ കുരുത്തക്കേട് പറ്റരുത്. ഉപ്പാക്ക് ഒന്നുമില്ലാത്ത നേരം ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പാക്ക് പണി എന്താ? ഈ വെയിൽ ഇവിടെ പൊളിച്ച് അവിടെ കെട്ടി, അവിടെ പൊളിച്ച് ഇവിടെ ചിലപ്പോൾ ഈ ഇല്ലേറ് ഇങ്ങോട്ട് കൊടുക്കണം. അപ്പം വല്യപ്പ ഉദ്ദേശിച്ച ഈ ഇല്ലേറ് കൊടുത്തിട്ടുണ്ടാവില്ല. അതിനാണ് കൃത്യം പറയാം. അങ്ങനെയൊക്കെയാണ്. അപ്പം എന്താ ചെയ്യാ? അപ്പോൾ അതിന് നിങ്ങൾ ചിന്തിക്കി. വലിപ്പനെ കൊണ്ടൊന്ന് പൊരുത്തപ്പിടിച്ചാലട്ടാ ഉപ്പാക്ക് ഒന്നും ഉണ്ടാവും, കുറ്റക്കെട് പറ്റും. വലിയപ്പ പറഞ്ഞ മാതിരി തന്നെയാവും. ഈ ബേജാറാണ്ട. ഇത് വലിപ്പാനെ കൊണ്ട് സാരല്ലോ വലിപ്പ, എൻ്റെ അടുത്ത് പറ്റിപ്പോയതാണ്, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാളാ. ആയിക്കോട്ടെ പറഞ്ഞു, അത് വിഷയം തീർന്നും ചെയ്തു. വല്യപ്പാൻ്റെ കുറ്റക്കെടും കൊണ്ട് പള്ളിക്കൊണ്ട. ഇതാരാ പറയണത്? വല്യപ്പാൻ്റെ ഭാര്യ വല്യമ്മ. തിരിച്ചും പറയാലോ, ഏറ്റവും പറഞ്ഞ കൊണ്ട് മനസ്സിലുമല്ല എന്തുകൊണ്ടോ അങ്ങനെയും പറയല്ലോ. അങ്ങനെ പറയില്ല. ഇന്നിപ്പോൾ വാപ്പ കുറ്റം പറഞ്ഞാൽ പേരെ ഉമ്മ അപ്പുറത്തുനിന്ന് മക്കളോട് എന്താ പറയാ? ഈ മൂപ്പർ പത്ര നല്ല മനുഷ്യനാ, മൂപ്പറ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ, നിങ്ങളൊന്നും നോക്കണ്ട. മൂപ്പർക്കാരെ കുറിച്ചേക്കണം. മൂപ്പരെ കുറ്റം കേട് മുഴുവനും കൂടി ഇപ്പം പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ
നമ്മുടെ ബോധം കിട്ടുമോ? ഒക്കെ അറിയണ ഒരാൾ ഞാനേ ഉള്ളൂ, മുണ്ടണ്ട. എന്താണ് ഇപ്പം ഇന്ന് ബാപ്പാനെ പറ്റി ആര് പറയണത്? മറിഞ്ഞിരുന്നത് സത്യല്ലേ? എന്തിവിടെ പറ്റിയത്? ആയത്തിൻ്റെ അർത്ഥം എല്ലാവരും ഒക്കെ അറിയും. ആർക്കപ്പം അർത്ഥം അറിയാത്ത? ആർക്കപ്പം ഹദീസിൻ്റെ അർത്ഥം അറിയാത്ത? ആർക്കപ്പം നിസ്കരിക്കാനും വയലു പറയാനും അറിയാത്ത? എല്ലാവരെയും എന്തില്ല? ശുഹൂദില്ല. എൻ്റെ റബ്ബിൻ്റെ മുന്നിലാണ് എന്ന ബോധമില്ല. അദ്ദേഹം സത്യ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ.